ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സംയുക്ത സമ്മേളനം എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് പഠിച്ചിട്ട് വന്നിട്ട് ഈ ചോദ്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ എന്താണ് സംയുക്ത സമ്മേളനം? ഒരു ബില്ലിനെ സംബന്ധിച്ച് ലോക്സഭയും രാജ്യസഭയും തമ്മിൽ തർക്കം ഉണ്ടായാൽ അത് പരിഹരിക്കുന്നത് സംയുക്ത സമ്മേളനത്തിലാണ്. ഒരു ബില്ലിനെ സംബന്ധിച്ച് ലോക്സഭയും രാജ്യസഭയും തമ്മിൽ തർക്കമുണ്ടായാൽ അത് പരിഹരിക്കുന്നത് സംയുക്ത സമ്മേളനത്തിലാണ്. സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 108 ആർട്ടിക്കിൾ 108. സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ അതിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ, ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഓക്കെ, ഒരു ബില്ലിനെ സംബന്ധിച്ച് ലോക്സഭയും രാജ്യസഭയും തമ്മിൽ തർക്കമുണ്ടായാൽ അത് പരിഹരിക്കുന്നത് സംയുക്ത സമ്മേളനത്തിലാണ്. ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനാണ്. ഇനി സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസ്സാവാൻ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമാണ്. സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസ്സാവാൻ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമാണ്. ഇനി സംയുക്ത സമ്മേളനം നാൾ വഴികൾ. ഇന്ന് വരെ സംയുക്ത സമ്മേളനം വിളിച്ച് കൂട്ടിയിട്ടുള്ളത് എപ്പോഴൊക്കെയാണ്, എന്തിനൊക്കെയാണെന്നുള്ളത് നോക്കാം. ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനായി 4 പ്രാവശ്യമാണ് ഇതുവരെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആദ്യമായിട്ട് 1961 സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. 1961 സ്ത്രീധന നിരോധന നിയമം. അടുത്തത് 1978 ബാങ്കിംഗ് സർവീസ് കമ്മീഷൻ റദ്ദാക്കുന്നത് സംബന്ധിച്ചിട്ടാണ്. 1978 ബാങ്കിംഗ് സർവീസ് കമ്മീഷൻ റദ്ദാക്കുന്നത് സംബന്ധിച്ചിട്ടാണ്. മൂന്നാമതായിട്ട് വിളിച്ചു ചേർക്കപ്പെട്ടത് 2002 പോട്ട നിയമം പാസ്സാക്കിയത് ഈ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടാണ്. സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യ സ്പീക്കർ MA അയ്യങ്കാർ ആണ്. 2008 വനിതാ സംവരണ ബില്ലിൽ 4ാം തവണ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയെങ്കിലും അത് പാസ്സാക്കിയില്ല. ഓക്കെ, അപ്പോൾ സംയുക്ത സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടുള്ള 61, 1978, 2002. വിളിച്ചു ചേർത്തിട്ടുള്ളത് 4 പ്രാവശ്യമാണ്. 1961, 78, 2002, 2008. അതിൽ 2008 വനിതാ സംവരണ ബില്ല് വിളിച്ചു കൂട്ടി എങ്കിലും അത് പാസ്സാക്കിയില്ല. അതൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് തിരിച്ച് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ്. അത് ശരിയാണ് അല്ലേ? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കാൻ പാടില്ല. യെസ്, അത് കറക്റ്റാണ്. ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല. അടുത്തത് ഭരണഘടനയുടെ 108 വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. അല്ല, 108 ആർട്ടിക്കിൾ ശരിയാണ്. പ്രധാനമന്ത്രിയല്ല, രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ച് കൂട്ടുന്നത്. പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റാണ്. ഇതുവരെ 2 പ്രാവശ്യമല്ല 4 പ്രാവശ്യം സംയുക്ത സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, താങ്ക് യു.